ജനങ്ങളുടെ ഖൽബിനുള്ളിൽ അല്ലാഹു നിങ്ങളോട് സ്നേഹമുണ്ടാക്കി തരും. ജനങ്ങളെ മുഴുവൻ ഇഷ്ടപ്പെടുത്താൻ ഒരാളെ കൊണ്ടും കഴിയില്ല എന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു കാഫിർ പോലും ഇല്ലാതിരിക്കണം. അങ്ങനെയാണോ സംഭവിച്ചത്? നബി വഫാത്താകുമ്പോൾ മദീനയിൽ ജൂതന്മാരുണ്ടല്ലോ, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്, മദീനയിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമുണ്ട്. അവരെ പിന്നെ മദീനക്ക് പുറത്തേക്ക് കടത്തുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വരവോടുകൂടെ ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നോ? ഇല്ല. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ആരെ കൊണ്ടുമാവില്ല. തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രം. ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന്. ഏതെല്ലാം പാർട്ടികളുണ്ട്, ഏതെല്ലാം പ്രസ്ഥാനക്കാരുണ്ട്, ആർക്കും എല്ലാവരെയും പിടിക്കൂല. പല കുറ്റം ഉണ്ടാവും. ആ പാർട്ടിക്കാരെ ഒരു കുഴപ്പമാണ്, ഇപ്പുറം പറയും അയാൾ കുഴപ്പമാണ്. പക്ഷേ സത്യം എവിടെയാണോ അത് മനസ്സിലാക്കുക. ജുഹ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ജുഹ കേട്ടിട്ടുണ്ടോന്നറിയില്ല. മുല്ല നസറുദ്ദീൻ എന്നാണ് അയാളെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. തുർക്കിക്കാരനാണ്, അറബിയായിരുന്നില്ല, തുർക്കിക്കാരനാണ്. വലിയ തമാശക്കാരനായിരുന്നു. അദ്ദേഹം 3 ദിവസം വഅ്ള് പറയാൻ വേണ്ടി ഏറ്റൊരു രംഗമുണ്ട്. വഅ്ള് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് ചോദിച്ചത് ജനങ്ങളോട്, അല്ല ഞാൻ ഇന്ന് വഅ്ള് പറയാൻ പോകുന്ന വിഷയം എന്താ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. ഒരു വിവരമില്ലാത്ത നിങ്ങളോടാണ് ഞാൻ വഅ്ള് പറയണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിറ്റേന്ന് അടുത്ത വേദന കൂടെ വരുമല്ലോ, പിറ്റേന്ന് എല്ലാവരും തീരുമാനിച്ചു അറിയെന്ന് പറഞ്ഞേക്കാം. അന്ന് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അറിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിവരമുണ്ടേ പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോയി. അതിൽ തീരുമാനിച്ചിരുന്ന പകുതി ആൾക്കാർ അറിയുന്നു പറയാം, പകുതി അറിയില്ല എന്നും പറയാം. നമുക്കൊരു വേള പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ ഇതാ പറഞ്ഞു, കുറച്ചു കൂട്ടർ അറിയുന്ന പകുതിക്കാര് അറിയാത്ത പകുതിക്ക് പറഞ്ഞു കൊടുത്തില്ലെന്ന് പറഞ്ഞു. അന്നും ഇറങ്ങിപ്പോയി എന്നാ മുല്ല നസറുദ്ദീൻ. അദ്ദേഹത്തിന്റെ ഒരു രസകരമായ അനുഭവമുണ്ട്. അദ്ദേഹവും മകനും യാത്ര പോവുകയാണ് ഒരു കഴുതപ്പുറത്ത്. വാപ്പയല്ലേ കഴുതപ്പുറത്ത് കയറുന്ന മോനോട്, 2 ആളെ ഓവർലോഡ് കൊണ്ടുപോകാൻ ഈ കഴുതക്ക് കഴിയില്ല, ഒരാളെ വഹിക്കാൻ പറ്റുള്ളൂ. ഒരു മഹല്ലിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ആ മഹല്ലുകാരെന്ത് പറഞ്ഞു? നോക്കണം, വല്ലാത്ത ഒരു ക്രൂരനായ വാപ്പയെ ആ ചെറിയ മോനെ നടത്തിയിട്ട് ആ മുത്തം മനുഷ്യനാണ് അതിന്റെ മേലെ കയറി യാത്ര ചെയ്യുന്നത് കണ്ടില്ലേ, ആ കുട്ടിയോടൊരു കരുണല്ലാത്ത വാപ്പ. ഇത് കേട്ട മൂപ്പര് താഴെ ഇറങ്ങി, മോനെ ഈ കാര്യക്കുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത നാട്ടുകാർ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, കണ്ടില്ലേ സ്വന്തം വാപ്പയോടൊരു ബഹുമാനമില്ലാത്ത മോനെ, സ്വന്തം വാപ്പ നടക്കുന്നു ആ മോഹൻ വാഹനപ്പുറത്ത്. മോനും ഇറങ്ങി, മോനെ നമ്മൾ 2 കയറി നോക്കാന്ന് പറഞ്ഞു. 2 കൂടെ നടക്കുമ്പോഴാ അടുത്ത മഹല്ലത്തുകാർ കണ്ടില്ലേ ഒരു പാവം മൃഗത്തോടൊരു കരുണ പോലില്ലാത്ത കശ്മലന്മാർ, ആ പാവം മൃഗത്തിന്റെ മീതെ 2 കയറി നടക്കുന്നത്. 2 ഇറങ്ങി കുതിരനെ നമ്മൾ കയറും പിടിച്ച് നടക്കാന്ന് പറഞ്ഞു. അടുത്ത നാട്ടുകാരെന്ത് പറഞ്ഞു? കണ്ടില്ലേ 2 ഹംക്കുകൾ, നല്ലോ ഒരു വാഹനം അല്ല കൊടുത്തിട്ടേ അതിനെ നടത്തുന്നു, ഇവരും നടക്കുന്നു. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു ആശയം ഇതാണ്, ജനങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പലരും പല കണ്ണിലൂടെയാണ് നോക്കുന്നത്, പലരുടെയും ആശയങ്ങളും ചിന്തകളും വേറെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സുസമ്മതനായിട്ട് അങ്ങനെ സംഭവമല്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനേ കഴിയും. ഇർളാഉല്ലാഹ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് വിഷയം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് കടന്നു വന്നപ്പോഴാണ് ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് ധരിക്കുന്ന എന്റെ ഈ പർദ്ദ പോലെയുള്ള നീണ്ട വസ്ത്രം ഇനി സ്കൂളിൽ പാടില്ലത്രേ, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അറബ് ലോകത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ഷെയ്ഖ് ഉമർ അൽ അഷ്ഖർ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഈ വിഷയം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മവാഖിഫ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നു, ടീച്ചറങ്ങ് ദേഷ്യപ്പെട്ട് കലി കയറിയ, ഇത്രയും വാർണിംഗ് കൊടുത്തിട്ട് നീ എന്തേ ഇത് ചെയ്യാതിരുന്നത്? എന്റെ വാക്ക് നീ കാറ്റിൽ പറത്തിയല്ലേ? ഈ കുഞ്ഞിനോട് ആക്രോശിച്ച് സംസാരിച്ചപ്പോ ആ കുഞ്ഞങ്ങ് നിലവിളിച്ചു. ഞാൻ അവനെ അനുസരിക്കണമോ അല്ല എന്റെ ഈ ടീച്ചർ അനുസരിക്കണോ? അവൻ അനുസരിക്കണോ ഈ ടീച്ചർ അനുസരിക്കണോ? ഞാൻ അവൻ അനുസരിക്കണോ അല്ല ടീച്ചർ? ആരാണ് ഈ അവൻ എന്ന് ചോദിച്ചു. ടീച്ചർ മുസ്ലിമായിരുന്നു, ഒരു സെക്യുലർ മുസ്ലിമാണ്, പക്ഷെ അവര് ഇസ്ലാമനുസരിച്ച് ജീവിക്കാതിരുന്ന പെണ്ണായിരുന്നു. ആരാണ് ഈ അവൻ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ അള്ളാഹു. എന്റെ അള്ളാഹുവിനനുസരിക്കണോ അല്ല ഞാൻ നിങ്ങൾ അനുസരിക്കണോ? ഇതോർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ് ടീച്ചറെ. എന്റെ അള്ളാഹു പറയുന്നു ഞാൻ ഇങ്ങനെ നടക്കണം, നിങ്ങൾ പറയുന്നു വേണ്ട. എന്നെ പടച്ചവനാണ് അള്ളാഹു, നിങ്ങളെ പടച്ചവനാണ് അള്ളാഹു. എന്റെ സ്രഷ്ടാവിനോടൊരു കാര്യം പറയുന്നു, നിങ്ങൾ എന്നോട് മറ്റൊന്ന് പറയുന്നു. ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്? ഞാൻ തീരുമാനിച്ചു ടീച്ചറെ, ഞാൻ എന്നെ പടച്ച അള്ളാഹുവിനനുസരിക്കുകയാണ്. വൽ യകുൻ മാ യകൂൻ, വേണ്ടത് സംഭവിച്ചോട്ടെ. പിറ്റേന്ന് രാവിലെ
ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്കറിയില്ലായിരുന്നു അള്ളാഹുവിനെ പറ്റി. എൻ്റെ ജീവിതത്തിൽ തൗബ ചെയ്യാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നിങ്ങളുടെ പിഞ്ചു പൈതലാണ് കാരണമായത്. അഹ്സൻതി തർബിയതഹ, നിങ്ങൾ ഈ കുഞ്ഞിനെ തർബിയത്ത് ചെയ്തത് വളരെ നന്നായി എന്ന് ആ ഉമ്മയെ പ്രശംസിക്കുകയാണ്. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? ആരെയാ തൃപ്തിപ്പെടുത്തേണ്ടത്? അള്ളാഹുവിനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമിക തത്വങ്ങളിൽ മർമ്മപ്രധാനമായ ഒരു വിഷയം ഇതാണ്. തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ്. ഒരു കാരണവുമില്ലാതെ വാപ്പ പറയുന്നു മോനോട്, മോനെ നിന്റെ ഭാര്യയെ നീ ത്വലാക്ക് ചൊല്ലിക്കോ. ഉമ്മ പറയുന്നു, മോനെ നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കിക്കോ. എന്തിനുമ്മ? കാരണമൊന്നുമില്ല, ഉമ്മക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊന്ന് അത്ര നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കൊണ്ടുവന്ന അത്ര ആയിട്ടില്ല, അതുകൊണ്ട് അവൾ ഒഴിവാക്കിക്കോ. ഉമ്മയെ അനുസരിക്കലൊക്കെ നിർബന്ധമാണ്. പക്ഷേ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു ഉമ്മയെയും അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു വാപ്പയെയും അനുസരിക്കേണ്ടതില്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഉടമസ്ഥനായ അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല എന്ന് ദീനിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്, ഖായിദയാണ്. ഇർളാഉല്ലാഹ്, അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്, അവനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. ജനങ്ങളുടെ തൃപ്തിയല്ല നോക്കേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നോക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിലൂടെ പഠിപ്പിച്ചു തന്ന 7ാമത്തെ വിഷയം നമ്മൾ ഓർക്കേണ്ടത് അസ്ഹാബ്, ഇഖ്തിയാറുൽ അസ്ഹാബ്. നമുക്കൊക്കെ നല്ല കൂട്ടുകാർ വേണം, നല്ല സുഹൃത്തുക്കൾ വേണം, നല്ല സൗഹൃദ ബന്ധം. നല്ല സൗഹൃദ ബന്ധമാണ് നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ചീത്ത സൗഹൃദ ബന്ധമാണ് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. മക്കയിലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളിൽ ഉഖബത്ത് ബിൻ അബി മുഅയ്ത് ഒരു നല്ല മനുഷ്യനായിരുന്നു. ആദ്യകാലത്ത് നബിയെ ഉപദ്രവിക്കുമായിരുന്നില്ല, നബിയെ ചീത്ത വിളിക്കുമായിരുന്നില്ല. തൻ്റെ കൂടെയുള്ള അബൂജഹൽ പോലും പറയും ഉഖബ മുസ്ലിമായിട്ടുണ്ടോ എന്ന് സംശയിക്കുമായിരുന്നു. ഉഖബ മുസ്ലിമായിട്ടുണ്ടോ എന്ന്. അദ്ദേഹം മുസ്ലിമല്ല, പക്ഷേ നബി തങ്ങളുടെ കൂടെ വന്നിരിക്കും, ഹബീബിനോട് നല്ല നിലയിൽ സംസാരിക്കും. മറ്റുള്ളവർക്ക് ആക്രോശിക്കുമ്പോൾ ഇയാൾ അതൊന്നും ചെയ്യുമായിരുന്നില്ല. പക്ഷേ ഇയാൾക്കൊരു കൂട്ടുകാരനുണ്ട്, അയാൾ ഫലസ്തീനിയാണ്. ഫലസ്തീൻകാരനായൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ മക്കയിൽ വന്നപ്പോ ആളുകളൊക്കെ ചെന്ന് പറഞ്ഞു, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഉഖബ, അവൻ മുസ്ലിമാണ്, മുഹമ്മദ് നബിയുടെ കൂടെയാണ്. ഇത് പറഞ്ഞപ്പോ കാഫിറായ ആ കൂട്ടുകാരനാ പറഞ്ഞത്, ആ മുഹമ്മദ് നബിയെ ഉപദ്രവിക്കാതെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇനി മിണ്ടില്ല. ആ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാനാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കഴുത്തിൽ അദ്ദേഹം ഷാളുകൊണ്ട് വരിഞ്ഞു മുറുക്കിയത്. തൻ്റെ കൂട്ടുകാരനോട് മിണ്ടാൻ വേണ്ടിയാണ് ഹബീബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയത്. അവസാനം എന്തുണ്ടായി? ബദർ യുദ്ധം നടന്നപ്പോൾ ബദറിൽ അദ്ദേഹം കാഫിറായി വധിക്കപ്പെടുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന ആയത്തുകളായി സത്യവിശ്വാസികൾക്ക് പാഠം നൽകുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. നാളെ അക്രമികൾ വിരൽ കടിക്കുന്ന ദിവസമാണ്. അവര് വിരൽ കടിച്ചുകൊണ്ട് പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, ആ നബിയോടൊപ്പം ഞാനൊരു നല്ല മനുഷ്യനായി ജീവിച്ചിരുന്നെങ്കിൽ. യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന പേരുള്ളവനെ എൻ്റെ സുഹൃത്തായി ഞാൻ കൊണ്ടു നടന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പരലോകത്ത് ചിന്തിച്ചു പോകും. അല്ലാഹു നമുക്ക് നല്ല കൂട്ടുകാരെ തരട്ടെ. നല്ല കൂട്ടുകെട്ടുകളെ നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. അവർ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും നല്ല സുഹൃത്തുക്കളെ അല്ലാഹു അവർക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി വകാന الشൈത്വാനു ലിൽഇൻസാനി ഖദൂലാ. നല്ല മോനായിരുന്നതിൻ്റെ ശേഷം എന്നെ പഴപ്പിച്ചത് ഇവനാണ്, എൻ്റെ ഷാമുകാരനായ ഫലസ്തീനിയായ കൂട്ടുകാരനാണ് എന്ന് ഉഖബ ഇബ്നു അബി മുഅയ്ത് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെയുള്ള മാതൃകയാണ്. കഴിഞ്ഞ റമദാൻ 27 അന്ന് രാവിലെ ഒരു ഉപ്പ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം പറഞ്ഞു. കോഴിക്കോട് വെച്ച് കണ്ട അദ്ദേഹം ആ വിഷയം പറഞ്ഞു. എൻ്റെ മോൻ 19 വയസ്സായി,
പക്ഷേ പറഞ്ഞത് തീരെ കേൾക്കുന്നില്ല. അവൻ വാതിലടച്ച് മൊബൈലിൽ കളിയാണ്. 19 വയസ്സാ, ജോലിക്കും പോവില്ല, പഠിക്കുന്നുമില്ല. വാപ്പയായ എന്നോട് കയർത്ത് സംസാരിക്കുന്നു, എന്റെ മോനൊന്ന് നന്നാവാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഉപ്പ കണ്ണുനീരടങ്ങുന്നില്ല. ഉപ്പ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വാദക്കാറുണ്ട്, എന്റെ വീട്ടുകാരെ കേൾക്കാറുണ്ട്, എന്റെ ഈ മോന് മാത്രം കേൾക്കാറില്ല, അവന് നന്നാവാൻ ദുആ ഇറക്കണേ, എന്റെ മോനെ ഞാൻ ശപിച്ചു പോകുമോ എന്ന് പേടിയുണ്ട്. ആ വാപ്പ അങ്ങനെ സങ്കടപ്പെട്ട് പറയാം. ആകെ 2 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒരു ഒട്ടകത്തിന്റെ കഥ പറഞ്ഞില്ലേ, ഞങ്ങൾ വാദ കേട്ടിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് ഒരു ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ആ ഒട്ടകത്തെ ശപിച്ചപ്പോ ലഅനത്തുല്ലാഹ്, അള്ളാന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ഒട്ടകത്തോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇനി ആ ഒട്ടകം ഉപയോഗിക്കല്ലേ, ദഊഹാ ഫഇന്നഹാ മൽഊന, നിങ്ങൾ ശപിച്ചില്ലേ, ആ ഒട്ടകം ശപിക്കപ്പെട്ടു എന്ന് പറയുകയും ആ ഒട്ടകം പിന്നെ മദീനയിലൂടെ നടക്കുമ്പോ ആളുകളാരും ആ ഒട്ടകത്തെ തിരിഞ്ഞു നോക്കില്ല. അവരൊക്കെ കാണുമ്പോൾ പറയും, ശപിക്കപ്പെട്ട ഒട്ടകമാണത്, മൽഊന. ആരും അതിനെ കയറാറില്ല, ആരും അതിനെ നോക്കാറില്ല, ആരും അതിനെ ഉപയോഗിക്കാറില്ല, ആരും അതിനെ വാങ്ങിയിട്ടുമില്ലെന്നാണ് നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ ഫലമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആ വാപ്പ കരഞ്ഞുകൊണ്ട് തേങ്ങിപ്പിടിച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ചു പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ വഴിതെറ്റി ജീവിച്ചപ്പോ എന്റെ മനസ്സിൽ നിന്ന് വന്ന ആ മകനെതിരെയുള്ള പ്രാർത്ഥന അവന് പറ്റുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. എൻ്റെ മക്കളിൽ അവന് ജ്യേഷ്ഠന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ഒക്കെ നല്ല മക്കളാണ്. പക്ഷെ ഒരു മോന് മാത്രം വെറും മൊബൈലിൽ മാത്രം, അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. അത് റീചാർജ് ചെയ്യാൻ കുറച്ച് പൈസ ഇവിടെ നിന്ന് സങ്കല്പിക്കും, വാതിലടക്കും, ഞങ്ങളോട് മിണ്ടാറില്ല, നന്നാവാറില്ല. നല്ല കുട്ടിയായിരുന്നു, എങ്ങനെയാ പിഴച്ചത് എന്നറിയില്ല. 19 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ അങ്ങനെ അവസ്ഥ. ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി, നന്മ അറിഞ്ഞതിന്റെ ശേഷം, നല്ല മോനായി ജീവിച്ചതിന്റെ ശേഷം വഴിതെറ്റിപ്പോയത് എത്ര കൂട്ടുകാർ കാരണമാണ്. പിശാച് മനുഷ്യനെ വഞ്ചിക്കുന്ന ആളാണ്, പിശാച് മനുഷ്യനെ നിന്ദ്യനാക്കുന്നവനാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകെട്ടാണ് നമ്മുടെ ആവശ്യം. ഈ സദസ്സിലുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ വേണം. സുഹൃത്ത് നന്നാവില്ലെങ്കിൽ അവനെ വിടണം, നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കണം. മോശപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ കാരണമായേക്കും. അതുകൊണ്ട് ആൺമക്കളും പെൺമക്കളും ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ആഡ് ചെയ്യുക, നമുക്ക് പറ്റിയ ആളാണോ അല്ലയോ എന്ന്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏഴാമത്തെ ഒരു വിഷയം ദറൂറത്തു ഇത്തിബാഇൽ ഹഖ്, സത്യം എവിടെയാണോ ആ സത്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ സത്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എവിടെയാണ് സത്യമുള്ളത്? ആ സത്യം. ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി നോക്കിയിട്ടാണ്. ഒരാൾ വലിയ മഹാനാണോ, വലിയ ഉസ്താദ്, വലിയ ആലിം, എല്ലാം ശരിയാണ്. ജീവിതത്തിന്റെ വിശുദ്ധി എങ്ങനെയാണ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വ എങ്ങനെയാണ്, അവരുടെ കയ്യിൽ സത്യമുണ്ടോ ഇല്ലയോ, ഇത് നോക്കിയിട്ടേ ഒരാളെ നമുക്ക് വില കൊടുക്കാൻ പാടുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് വല്ലാതെ സ്നേഹമുള്ള മോനാണ്, നല്ല സ്നേഹമുള്ള മോനാണ്. കാന ബാറൻ ബിവാലിദതി, ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുസ്ലിമായപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, സഅദേ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഉമ്മ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരിച്ചു പോകും സഅദേ. എന്നിട്ട് ആളുകൾ നിന്നെ പറ്റി പറയും, സഅദിന്റെ ഉമ്മയെ നോക്കാതെ സഅദിന്റെ ഉമ്മ മരിച്ചു എന്ന് പറയുകയും, ലോകാവസാനം വരെയുള്ള ആളുകൾ ഉമ്മയെ നോക്കാത്ത മോനാണെന്ന് നിന്നെ പറ്റി പറയുകയും ചെയ്യും സഅദേ. ഉമ്മ ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇസ്ലാം എന്ന് പുറത്തു പോരണം. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ അതിനേക്കാളും എൻ്റെ സ്നേഹം എനിക്ക് അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് ഉമ്മ, 1000 ശരീരം ഉമ്മാക്കുണ്ട് എന്നിരിക്കട്ടെ, ഓരോ ശരീരവും ചത്തൊടുങ്ങുന്നു എന്നിരിക്കട്ടെ, മരിച്ചു വീഴുന്നു എന്നിരിക്കട്ടെ, ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോന്നെങ്കിലേ ഉമ്മ വെള്ളം കുടിക്കൂ എങ്കിൽ ഉമ്മ 1000 ശരീരം മരിച്ചു വീണാലും സഅദ് സത്യം ഉപേക്ഷിക്കാൻ പോകുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അവരാണ് പിന്നെ മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയായി മാറിയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഇത്തിബാഉൽ ഹഖ്, സത്യം എവിടെയോ അവിടെയാണ്. അത് ചെറിയ കുട്ടിയുടെ കയ്യിലാണെങ്കിലും വലിയവന്റെ കയ്യിലാണെങ്കിലും സത്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.
സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. കണ്ണും ചിമ്മി എന്ത് സംഭവിച്ചാലും അതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല, അങ്ങനെയല്ല പറയേണ്ടത്. കണ്ണു തുറക്ക്. സത്യവും അസത്യവും നേരും നെറുകേടും മനുഷ്യൻ മനസ്സിലാക്കണമെന്നാണ്. ഹക്കിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, സത്യത്തിന്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രസകരമായ അനുഭവമുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, മാലിക് എന്നവരെ, ഞാൻ എൻ്റെ ഭാര്യയോട് വല്ലാത്ത സ്നേഹം കൂടിയപ്പോഴേ അവൾ വല്ലാത്ത സുന്ദരിയാണെന്ന് പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞു പോയി എൻ്റെ ഭാര്യയോട്. ഞാൻ പറഞ്ഞു, ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി ഫഅൻതി താലിഖ്. പൂർണ്ണ ചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. പൂർണ്ണ ചന്ദ്രനേക്കാൾ, നമ്മൾ തെങ്ങുമ കയറുന്ന ചന്ദ്രനല്ല ഇത്, നമ്മുടെ ബദ്റുൽ മുനീർ, നിലാവെളിച്ചം നൽകുന്ന ശോഭയുള്ള ആ ചന്ദ്രപ്രഭയുള്ള പൂർണ്ണചന്ദ്രനെ അൽ ബദ്റു തമാം, ആ ബദ്റു തമാമിനേക്കാളും നിനക്ക് ശോഭയില്ലെങ്കിൽ, ഭംഗിയില്ലെങ്കിൽ നീ ത്വലാഖ് സംഭവിച്ചവളാണ്. ഇയാൾക്ക് ഇവളെ ത്വലാഖ് എല്ലാം ഇഷ്ടമുണ്ടായിട്ടില്ല, ഇവള് അതിസുന്ദരിയാണെന്ന് പറയല ഉദ്ദേശം. പക്ഷെ പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി. മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ബദ്റു തമാമിനേക്കാളൊക്കെ നിന്റെ ഭാര്യയ്ക്ക് ശോഭ ഉണ്ടോ? നീ എന്തായി പറഞ്ഞത്? നിന്റെ ഭാര്യ നീയുമായി വേർപിരിയുന്ന ത്വലാഖല്ലയാ സംഭവിച്ചത്. പടച്ചോനെ, എൻ്റെ ഭാര്യ പോയോ? ഞാൻ അവളെ പോവാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാ. സങ്കടപ്പെട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് മുതഅല്ലിമാൻ, മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല. ഷാഫി ഇമാമൻ ചോദിച്ചു ആ അറാബിയോട്, എന്താ വിഷയം, വല്ലാതെ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറയണ്ട കുട്ടിയെ, എന്നാൽ എന്നോടൊന്ന് പറഞ്ഞൂടെ? അത് ഞാൻ ചോദിച്ചു, ഫത്വ കിട്ടി, ഞാൻ പോവാണ്. എന്തേ? എന്നാലും ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മോനെ, അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്കിപ്പോൾ നഷ്ടമായി എന്നപ്പോൾ പറഞ്ഞത് ഇമാം. നിങ്ങളോട് ഇരിക്കുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല. എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് ശരിക്കും നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ, നോക്കിയിട്ടുണ്ട്. അവളുടെ സൗന്ദര്യം എത്ര എന്നൊക്കെ അറിയോ? ആ, അറിയാം. എന്നാൽ അവൾ പൂർണ്ണ ചന്ദ്രനേക്കാളും സൗന്ദര്യമുള്ളവളാണല്ലോ. അതെങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, സൈത്തൂനിനെ തന്നെയാണ് സത്യം, സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, ഈ പരിശുദ്ധമായ മക്കാ നഗരത്തെ തന്നെയാണ് സത്യം. മനുഷ്യനെ അള്ളാഹു ഏറ്റവും മനോഹരമായ രീതിയിലാണ് പടച്ചത്. മനുഷ്യനാണ് അഹ്സന തഖ്വീം, ദി ബെസ്റ്റ് പ്രൊപ്പോർഷൻ അള്ളാഹു പടച്ചത് മനുഷ്യനെയാണ്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ചന്ദ്രനേക്കാളും ശോഭയുള്ളത് മനുഷ്യനാണല്ലോ. നിങ്ങളുടെ ഭാര്യയും മനുഷ്യനല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ എല്ലാറ്റിനേക്കാളും ഭംഗിയുള്ളവളാണ്. അള്ളാഹു മനുഷ്യനെ അങ്ങനെയാണ് പടച്ചതെന്നല്ലേ അള്ളാഹു സൂറത്തു തീനിൽ പറയുന്നത്. ഇത് രസമുണ്ടല്ലോ മോനെ, ഇമാമിനോടൊന്ന് പറഞ്ഞു നോക്കുക, ഇമാം അത് സ്വീകരിക്കോ? പോയി നോക്കുക എന്ന് പറഞ്ഞു. ഇമാമിനോട് പറഞ്ഞു, ഇമാമേ, നിങ്ങളുടെ ശിഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു എത്ര വലിയ ആലിമാണ്. ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന. മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്ത് ഒരാളും ഫത്വ കൊടുക്കാൻ പാടില്ല. അതിനധികാരം മാലിക് ഇമാമിനാണെന്ന് ലോകം അംഗീകരിച്ച മഹാൻ. ലോകത്തെ ആദ്യത്തെ ഹദീസിന്റെ ഗ്രന്ഥമായ ഫിഖ്ഹും കൂടെ കൂട്ടിക്കലർത്തിയ മുഅത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയ പ്രഗത്ഭനായ ഇമാം ദാരിൽ ഹിജ്റ, ഹബീബിന്റെ മദീന വിട്ടു പോവാത്ത മഹാനായ മാലിക് ഇബ്നു അനസിൽ മദനി റളിയല്ലാഹു അൻഹു ഒരു മുതഅല്ലിമാണ് പറഞ്ഞത്. വല്ല അഹങ്കാരം തോന്നിയോ? അതല്ല, ഉസ്താദ് തന്നെയാണ് വലിയ വിവരമുള്ള ആള്, എന്റെ വിദ്യാർത്ഥിക്ക് എങ്ങനെ എന്നെക്കാൾ ഇൽമുണ്ടാവുക? അതൊന്നും പറഞ്ഞില്ല. അൽ ഹഖ്ഖു ഹഖ്ഖു അൻ യുത്തബ. ഇമാമുന മാലിക് തങ്ങളുടെ വചനമാണത്. അൽ ഹഖ്ഖു ഹഖ്ഖു അൻ യുത്തബ. സത്യമാണ് പിന്തുടരപ്പെടേണ്ടത്, സത്യമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. അഖ്തഅ മാലികുൻ വഅസ്വാബ ശാഫിഈ. മാലിക് ഇമാമിന് തെറ്റുപറ്റിയിരിക്കുന്നു, ഷാഫിഈ പറഞ്ഞതാണ് സത്യമെന്ന് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഒരു അഹങ്കാര ലേശമന്യേ, ഒരു വെറുപ്പുമില്ലാതെ സന്തോഷത്തോടെ തനിക്ക് തെറ്റുപറ്റി ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത്, ഫത്വ നൽകിയത് ഇമാമുന ഷാഫിഈ പറഞ്ഞതാണ് സത്യം, അതാണ് ഹക്ക്, അതാണ് അംഗീകരിക്കേണ്ടത് എന്ന് തുറന്നു പറഞ്ഞ ഇമാമുന മാലിക് റളിയല്ലാഹു തആല. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇതാണ്.
സത്യം എവിടെയാണോ സത്യമാണ് പിന്തുടരപ്പെടേണ്ടത്, സത്യമാണ് അംഗീകരിക്കേണ്ടത്, സത്യത്തിന്റെ കൂടെയാ നിൽക്കേണ്ടത്. കണ്ണും ചിമ്മി നിൽക്കണ്ട, കണ്ണും ചിമ്മിയിട്ട് തക്ബീർ ചൊല്ലണ്ട. എവിടെ സത്യമുണ്ടോ, എവിടെ ഹക്കുണ്ടോ, എവിടെ ന്യായമുണ്ടോ അതിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അൽ ഹഖു ഹഖു അൻ യുത്തബ. അസ്വാബ ശാഫിഈ അഖ്തഅ മാലികുൻ വഅസ്വാബ ശാഫിഈ. ഷാഫി പറഞ്ഞത് സത്യമാണ്, മാലിക് പറഞ്ഞത് തെറ്റാണ് എന്ന് ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന്റെ വിജയത്തിന് കാരണമായ നന്മയുടെ വഴികളിൽ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പാഠം, നമ്മൾ അറിയേണ്ട പാഠം ഏഴാമത്തേത് നമ്മൾ അറിയണം. അന്നിസാഉ മഹാദിനുർ റിജാൽ, അന്നിസാഉ മഹാദിനുൽ അജിയാൽ. ഈ സമൂഹത്തിന്റെ ഉമ്മമാരാണ് സമൂഹത്തിന്റെ തലമുറകളെ സൃഷ്ടിക്കുന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നിസാഉ മഹാദിനുൽ അജിയാൽ. പെണ്ണുങ്ങളാണ്, സഹോദരിമാരാണ് ഈ സമൂഹത്തിന്റെ തലമുറകളെ സൃഷ്ടിക്കേണ്ടവർ. ഉമ്മമാരാണ്, പെണ്ണുങ്ങളുടെ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉമ്മമാരാണ് സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തത്. നമ്മൾ ദീൻ പഠിച്ചത് ഉമ്മയിൽ നിന്ന്. കാരണം വാപ്പ പുറത്താണ്, ഉമ്മയാണ് കൂടെയുള്ളത്. ഉമ്മയിൽ നിന്നാണ് മക്കൾ നന്മ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മമാരാണ് ഏറ്റവും നല്ല മാതൃകയാവേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 മഹദിമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സഫിയ്യ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. സഫിയ്യ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സഫിയ്യ റളിയല്ലാഹു അൻഹക്ക്. ആ പ്രിയപ്പെട്ട മഹദി സഫിയ്യ റളിയല്ലാഹു അൻഹ താലോലിച്ച് വളർത്തിയ മോനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഒരേ ഒരു മോനാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയതിന്റെ ശേഷം ആ മോനെ വളർത്തിക്കൊണ്ടുവന്നത് സഫിയ്യ ബീവിയാണ്. ആ കുഞ്ഞിനെങ്ങനെ അടിക്കുമ്പോ ആളുകൾ പറയുമത്ര, സഫിയ ഒരു ഉമ്മയുടെ അടിയല്ലല്ലോ അടിക്കുന്നത്, ഒരു ഇളയാമത്തള്ള അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഉമ്മ തന്നെയാണോ? ആ കുഞ്ഞിനടിക്കുന്ന അടി കണ്ടില്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹു യഅലമു മാ ഫീ ഖൽബി. എന്റെ റബ്ബിനറിയാം എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന്. എന്റെ മോനെ വല്ലാഹി ലൗ ഇദ്ദുഹു ലിജൈഷിൻ യഫ്തഹുല്ലാഹു അലാ യദൈ. എന്റെ മോനെ ഞാൻ ഒരുക്കുന്നത് ഇസ്ലാമിന് വിജയം കൊയ്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൈന്യാധിപനായി മാറാനാണ്. എന്റെ മോൻ ധൈര്യനായി വളരണം, ധീരനായി വളരണം, അവന് മനക്കരുത്ത് വേണം, ഞാൻ അവനെ ഒരുക്കുകയാണ് എന്ന് ചെറുപ്പം മുതലേ പറഞ്ഞിരുന്ന സഫിയ്യ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികൾ ഓടിയല്ലോ. ഉഹദിന്റെ അവസാന ഘട്ടത്തിൽ സ്വഹാബികൾ ഓടി. ഉഹദിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്വഹാബത്തിനെ പറ്റി മോശമായി വിചാരിക്കരുത്. ഒരു ഉഹദേ സംഭവിച്ചിട്ടുള്ളൂ ഇസ്ലാമിൽ. 2 ഉഹദ് ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ഉഹദ്. സ്വഹാബത്ത് പാഠം പഠിച്ചു. ആ ജബൽ റുമാത്തിൽ താഴെ ഇറങ്ങി വരല്ലേ എന്ന് പറഞ്ഞത് കേൾക്കാതെ അവരിറങ്ങി വന്നു. യുദ്ധം പരാജയത്തിലായി. പക്ഷേ ഉഹദ് ഒന്നേ സംഭവിച്ചുള്ളൂ. സ്വഹാബത്ത് അതിൽ നിന്ന് പാഠം പഠിച്ചവരാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് 60 കഴിഞ്ഞ സഫിയ്യ റളിയല്ലാഹു അൻഹ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കുന്തമിങ്ങ് വാങ്ങിച്ച് പിടിച്ചു വലിച്ചു വാങ്ങിച്ചിട്ടാണ് അതഫിറൂന മിൻ യദൈ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ യുദ്ധക്കളത്തിൽ നിർത്തിയിട്ട് നിങ്ങൾ ഓടുകയാണോ എന്ന് ചോദിച്ച് 60 കഴിഞ്ഞ ഉമ്മയാണ്, നബിയുടെ അമ്മായിയാണ് സഫിയ്യ റളിയല്ലാഹു അൻഹ. യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു വന്നില്ലേ ശത്രുക്കളെ വകവരുത്താൻ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കാണുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സഫിയ്യ ബീവിയുടെ പ്രിയപ്പെട്ട മോന് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സുബൈറേ, ഉമ്മയോട് പറയണം അങ്ങോട്ട് മുന്നോട്ട് പോണ്ട എന്ന് പറയണം. കാരണം കുറച്ചപ്പുറത്ത് ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറവർ കുത്തിക്കീറിയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കവർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ മാംസം അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്രയും വികൃതമാക്കിയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അവർ പക തീർത്തത്. എന്നിട്ടും അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. വഹ്ശിക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. ഹിന്ദ്
റളിയല്ലാഹു അൻഹയാണ്. അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. മുഅ്മിനെ, വലിയ അത്ഭുതമല്ലേ, വലിയ അത്ഭുതമല്ലേ. ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ കാഴ്ച, ചോരബന്ധമുള്ള, അങ്ങേയറ്റം ബഹുമാനമുള്ള, സ്വന്തം സഹോദരനോട് അങ്ങേയറ്റത്തെ ആദരവുള്ള സഫിയ്യ റളിയല്ലാഹു അൻഹ എങ്ങാനും കാണാനിടയായാൽ അവർക്ക് അത് സഹിക്കാൻ കഴിയില്ല സുബൈറെ. അതുകൊണ്ട് ഉമ്മയോട് തിരിച്ചു പോവാൻ വേണ്ടി പറയണം. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ ഉമ്മാ ഉമ്മാ, ഇനി മുന്നോട്ട് പോവല്ലേ, നിങ്ങളോട് നബി ഞങ്ങൾ തിരിഞ്ഞു പോകാൻ പറയുന്നുണ്ട്. മോനെ പോ സുബൈറെ, ലാ ഉമ്മലക്, നിനക്ക് ഞാൻ ഉമ്മയല്ല സുബൈറെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ പോരുന്നു. ഉമ്മാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങളോട് തിരിഞ്ഞു പോകണമെന്ന്. റസൂല് പറഞ്ഞോ, എന്നാ ഞാൻ പോരുകയാണ്. പോരുമ്പോ ചോദിച്ചു, മോനെ എന്തേ എൻ്റെ റസൂൽ എന്നെ തിരിച്ചയക്കാൻ കാരണം? പറഞ്ഞു, ഉമ്മ ഹംസ എന്നവരെ കിടക്കുന്നുണ്ട് അവിടെ, അത് ഉമ്മാക്ക് കണ്ട് സഹിക്കാൻ കഴിയില്ല. മാലിയറായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്കറിയാമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹംസയെ അവരെ കൊന്നിട്ടുണ്ടെന്നും വയറ് കീറിയിട്ടുണ്ടെന്നും എൻ്റെ സഹോദരന്റെ ശരീരം അവർ കഷ്ണം കഷ്ണമായി നുറുക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം നബിയേ. അത് പേടിച്ചുകൊണ്ടാണോ എന്നെ അങ്ങ് തള്ളിവിടുന്നത്, അങ്ങ് തടഞ്ഞു വെക്കുന്നത്? ഇന്നഹു ഫീ ദാത്തില്ലാഹ്, ഇത് അല്ലാഹുവിന് വേണ്ടിയല്ലേ നബിയേ. എൻ്റെ സഹോദരൻ മരിച്ചത് അല്ലാഹുവിന് വേണ്ടിയല്ലേ, ഞാനത് സഹിക്കാൻ റെഡിയാണ് നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് ദഅഹ, ഉമ്മയെ വിട്ടോളൂ സുബൈറെ, ഉമ്മ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞത്. അത്രയും ധീരമായി ആണുങ്ങൾ യുദ്ധക്കളം ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന നേരത്ത് ധീരമായി ഓടി വന്ന് യുദ്ധക്കളത്തിലേക്ക്, സമരഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉമ്മയാണ് നബിയുടെ അമ്മായിയായ 60 കഴിഞ്ഞിട്ടുള്ള മഹദി സഫിയ്യ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. സഫിയ്യ റളിയല്ലാഹു അൻഹ. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ, إذا كانت النساء كما ذكرنا لفضلت النساء على الرجال وللتأنيث لاسم الشمس عيب وللتذكير فخر للعيال. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും ഉത്തമരായവരല്ലയോ? ഇങ്ങനെയാണ് പെണ്ണുങ്ങളെങ്കിൽ إذا كانت النساء كما ذكرنا لفضلت النساء على الرجال وللتأنيث لاسم الشمس عيب وللتذكير فخر للهلال. ഹിലാൽ എന്ന ബാലചന്ദ്രൻ അത് ആണായിട്ടാണ് അറബിയിൽ പ്രയോഗിക്കുക, മാസ്കുലിനാണ്. സൂര്യൻ എത്ര കത്തിജ്വലിക്കുന്ന പ്രഭയുള്ളതാണ്, പക്ഷേ ഭാഷയിൽ അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക, ഫെമിനായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടൊക്കെ എന്ത് കുഴപ്പമുണ്ട് എന്ന് കവി ചോദിക്കുന്നു. പെണ്ണുങ്ങൾ നമ്മളീ പറഞ്ഞതുപോലെയാണെങ്കിൽ ആണുങ്ങളെ കവച്ചു വെക്കുമല്ലോ ഈ പെണ്ണുങ്ങൾ എന്നാണ് പറഞ്ഞത് സഫിയ്യ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ നബി തങ്ങളും സ്വഹാബികളും ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ടക്കുള്ളിലാണ് നബി തങ്ങൾ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും താമസിപ്പിച്ചത്. ഖന്തഖ് യുദ്ധം നടക്കുന്നു, മദീനയുടെ ഒരു മുഖത്ത് കിടങ്ങ് കുഴിച്ചിരിക്കുന്നു. മദീനയിലെ പെൺമക്കളും പെണ്ണുങ്ങളും കുട്ടികളുമെല്ലാം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ കവിയുടെ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയുടെ അവരുടെ ഒരു കോട്ടയുണ്ട്, അതിൻ്റെ അകത്താണ്. അതിനകത്തേക്കൊരു ജൂതൻ കടന്നു വന്നു. അവിടെ നബിതങ്ങൾ ഹൽ തറക മുഹമ്മദുൻ അന്നിസാ ബിദൂനി ഹുമാത്, നബിതങ്ങൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ സംരക്ഷിക്കാനില്ലാതെ ഒറ്റക്ക് നിർത്തിയതാണോ? ആണുങ്ങളില്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം അഴിച്ചുവിട്ട് ആ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ഒരു ജൂതൻ തക്കംപാർത്തകത്തേക്ക് കയറി. അത് കണ്ടു സഫിയ്യ റളിയല്ലാഹു അൻഹ. നീളമുള്ള ഒരു വടിയാണെടുത്തത്. ആ വടി കൊണ്ട് കഴുത്തിനും തലക്കും കുത്തിയാണ് ആ ജൂതനെ കൊലപ്പെടുത്തിയത് സഫിയ്യ റളിയല്ലാഹു അൻഹ. അത് മാത്രമല്ല, അവൻ മരിച്ചെന്ന് ഉറപ്പായപ്പോ ആ ജൂതന്റെ തല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നേരമാണത്. മുസ്ലിങ്ങളെ അകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട, മുസ്ലിമീങ്ങളുമായി കരാറ് ബന്ധമുള്ള ജൂതന്മാരാണ് വഞ്ചിക്കാൻ വേണ്ടി അകത്ത് കയറിയത്. ആ ജൂതന്റെ തലയെടുത്തിട്ട് കോട്ടക്കൊത്തളത്തിന്റെ മീതെ നിന്ന് താഴേക്ക് എറിഞ്ഞ് ഉരുട്ടി കൊടുത്തു സഫിയ്യ റളിയല്ലാഹു അൻഹ. ഇത് കണ്ടപ്പോഴാണ് ജൂതന്മാർ പറഞ്ഞത്, ലഖദ് അലിംനാ അന്ന മുഹമ്മദൻ ലൻ യത്റുക അന്നിസാഅ ബിദൂനി ഹുമാത്, ആണുങ്ങളെ നിർത്താതെ മുഹമ്മദ് നബി പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തില്ല എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നുവെന്ന് അവർ പറഞ്ഞത്. സത്യത്തിൽ അവിടെ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല. സഫിയ്യ റളിയല്ലാഹു അൻഹയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായൊരു മുശ്രിക്കിനെ അങ്ങനെ വിധിച്ചു കളഞ്ഞത്.
ആദ്യത്തെ സംഭവമാണത്. സഫിയ്യ റളിയല്ലാഹു അൻഹ അത്രയും തന്റെ ഇടമുള്ള നബിയുടെ അമ്മായിയായിരുന്നു സഫിയ്യ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹ. മഹദിമാർ ആത്മധൈര്യം പകരേണ്ടവർ, മക്കൾക്ക് മാതൃകയാവേണ്ടവർ, ധൈര്യം സംഭരിക്കേണ്ടവർ, അള്ളാഹുവിന് വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കേണ്ടവർ. അസ്മാ റളിയല്ലാഹു അൻഹയാണ് രണ്ടാമത്തേത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോളാണ് അസ്മാ ബിൻതു ഉമൈസ്, അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിയും ആയിഷ ബീവിയും സഹോദരിമാരാണ്. പക്ഷെ ആയിഷ ബീവിയുടെ ഉമ്മ വേറെയാണ്, അസ്മാ ബീവിയുടെ ഉമ്മ വേറെയാണ്. രണ്ട് ഉമ്മമാർക്കാണ്. അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോളാണ്. എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? മഹദി റളിയല്ലാഹു അൻഹു അല്ലയോ അള്ളാഹുവിന്റെ ഹബീബ് ഹിജ്റ പോകുമ്പോ മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഗാർ തൗറിൽ താമസിച്ചപ്പോ 3 ദിവസം അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുകൊടുത്തത് മഹദി റളിയല്ലാഹു അൻഹയല്ലേ. തൗർ ഗുഹ കിടക്കുന്നത് നമുക്കറിയാം, മക്കയിൽ പോയവർ കണ്ടിട്ടുണ്ടായിരിക്കും, ഉംറക്ക് പോയവർ. എത്രയാണ് ആ മലയുടെ ഹൈറ്റ്? ആ മലയുടെ ഹൈറ്റിലേക്ക് ഒരു ദിവസം മിനിമം 2 തവണ 3 ദിവസം അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുകൊടുത്ത ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. ദാത്തുൻ നിതാഖീൻ, 2 ബെൽറ്റിന്റെ ഉടമയാണെന്നാ പറയാ. നബി തങ്ങളുടെ ഭക്ഷണം കൊണ്ടുപോകുമ്പോ ഭക്ഷണം മലമുകളിൽ കൊണ്ടുപോകണം. സാമാർക്ക് ചെലവിനെടുക്കാൻ വല്ല വീട്ടുകാർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ 25 ഉറുപ്പ്യാണെങ്കിൽ കൊടുക്കുക, നമ്മൾ ഭക്ഷണം കൊടുക്കൂല, ഇങ്ങനെ പറയുന്ന വീട്ടുകാരുണ്ട് അല്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണമാണ് എത്തിച്ചു കൊടുക്കുന്നത് മലയുടെ മുകളിലേക്ക്, മലമുകളിലേക്ക്. മുതഅല്ലിമീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ടാവില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതെല്ലാം തട്ടിക്കളയുന്ന ആളുകളും ഓർക്കണേ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അസ്മാ റളിയല്ലാഹു അൻഹ 3 നേരമാണ് മല കയറിയത്. എങ്ങനത്തെ മലയാണത്? നമ്മുടെ ഊരകം മല പോലെയാണോ അത്? നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന കുന്നുകളെ പോലെയാണോ അത്? ഏറ്റവും കടുത്ത ചൂടിൽ പാറ പഴുത്തിരിക്കുന്ന നേരത്ത് ഒരു മരത്തിന്റെ തണല് പോലുമില്ലാത്ത അത്യധികം ഉയരമുള്ള മലകളിലേക്ക് ഒരു പാവം പെണ്ണാണ് ഒറ്റക്ക് കടന്നു പോകുന്നത്. ആ പോകുന്ന പോക്ക് ആരെങ്കിലും ഒരു ശത്രു കണ്ടാൽ അസ്മാ ബീവിക്ക് പിന്നെ ജീവനില്ല. നബി തങ്ങളുടെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം പ്രഖ്യാപിച്ച സമയത്താണ് അസ്മാ റളിയല്ലാഹു അൻഹ ഈ റിസ്ക് ചെയ്യുന്നത്.